പെൻഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പങ്കാളിത്ത പെൻഷൻ എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏകീകൃത പെൻഷൻ കൊണ്ടുവരും എന്നുള്ള ചിന്തയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏകീകൃത പെൻഷൻ അതനുസരിച്ചുള്ള വിഹിതം ഇപ്പോൾ നിലവിൽ 10% വിഹിതമാണ് സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 18.5% ഉയർത്തുക എന്ന് പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ആലോചിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഏകീകൃത പെൻഷനിലേക്ക് കേരളം പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ മഹാരാഷ്ട്ര ഇപ്പോൾ ആ പെൻഷൻ ഏകീകൃത പെൻഷനിലേക്ക് മാറാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് കേരളത്തിൻ്റെ പദ്ധതി? കേരളം എന്താണ് ആലോചിക്കുന്നത്? പങ്കാളിത്ത പെൻഷനിൽ നിന്ന് മാറാൻ തീരുമാനിക്കുകയും ചെയ്തു, ഏകീകൃത പെൻഷനിൽ എത്തിപ്പെടുകയും ചെയ്തിട്ടില്ല. അതിനിടയ്ക്കുള്ള കേരളത്തിൻ്റെ പദ്ധതി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താ പെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് പെൻഷൻ ആവാനുള്ള സമയമായല്ലോ. നമുക്ക് ഏതായാലും സർക്കാരിന് പെൻഷൻ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എന്തായിരിക്കും സർക്കാരിൻ്റെ ഒരു ആലോചനയിലുണ്ടായിരിക്കുക? ഈ സർക്കാരിൻ്റെ ആലോചനകൾക്ക് രണ്ട് തട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആലോചനയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു എന്താണ്, ഈ ജീവനക്കാരെ രക്ഷിക്കുന്നതിനോ ജീവനക്കാരെ സഹായിക്കാനോ വേണ്ടിയുള്ളൊരു പദ്ധതിയൊന്നുമല്ല. ഇതൊരു BJP പദ്ധതി മാത്രമാണ്. ഇത് BJP ഇപ്പോൾ തുടങ്ങിയതുമല്ല. BJP അധികാരത്തിൽ വന്ന ആദ്യ ദിവസം മുതൽ തുടങ്ങിയതല്ല. 2004 തോന്നുന്നില്ല. 2004 വാജ്പേയി ഗവൺമെൻറ് വന്നിട്ട് 13 ദിവസം മാത്രം നിന്ന് പിന്നെ പോയി 13 മാസം മാത്രം നിന്ന ഈ ആദ്യത്തെ വരവിൽ മുതൽ തന്നെ അവർ തുടങ്ങി വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ പെൻഷൻ്റെ ഭാരം. ഇതിൻ്റെ മോട്ടോ ആയിട്ട് ഇതിൻ്റെ ഭാരം തുടർന്ന് വരുന്ന ഭരണങ്ങളിലേക്കോ തുടർന്ന് വരുന്ന തലമുറകളിലേക്കോ പെൻഷൻ്റെ ഭാരം കൊടുക്കാതെ, അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു വാക്പ്രയോഗങ്ങൾ. വരുന്ന ഗവൺമെൻറ്റുകളിലേക്കോ വരുന്ന തലമുറകളിലേക്കോ അതിൻ്റെ ഭാരം കൊടുക്കാതെ ഇത് എവിടേക്കാണ് ഇതിൻ്റെ ഭാരം ഉണ്ടാവുക? ഇപ്പോൾ ബോണസ് പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു മിനിമം അടിസ്ഥാനപരമായ അതിൻ്റെ ചിന്ത തന്നെ മാറ്റിവെക്കപ്പെട്ട വേതനം എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 10-30 വർഷം സർവീസുള്ള ഒരു ആൾ, 30 വർഷത്തിലധികം സർവീസുള്ള ഒരാൾ ഏതാണ്ട് ഒരു 1/2 ലക്ഷത്തോളം 50 ലക്ഷത്തിലധികം ചിലപ്പോൾ 1 കോടിയോളം ഉറുപ്പിക പോലും ഇതിലേക്ക് മാറ്റി വെച്ചിട്ട ശേഷമാണ് ഈ പെൻഷൻ വാങ്ങാൻ വേണ്ടി ചെല്ലുന്നത്. ഈ പെൻഷൻ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പം അയാൾക്ക് എത്ര കിട്ടും എന്നുള്ളതാണ്, ഈ പുതിയ പദ്ധതി അനുസരിച്ച് എത്ര കിട്ടും എന്നുള്ളതാണ് ജീവനക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരു 25 വർഷം ഇതുള്ള ഒരാൾക്ക് പോലും 20-25 വർഷം ഉള്ള ഒരാൾക്ക് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 12% 18% മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. വളരെ ഇവരുടെ കയ്യിൽ കിട്ടാനുള്ള, അപ്പം പെൻഷൻ പറ്റിയതിന് ശേഷം കയ്യിൽ കിട്ടാനുള്ള പെൻഷൻ തുക എന്ന് പറഞ്ഞത് വളരെ കുറയും. ജീവിച്ചിരിക്കുമ്പം ഇതല്ല, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം അടക്കാനുള്ള ബാധ്യത കൂടുകയും ചെയ്യുന്നു എന്നുള്ളത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെയും ഈ വിഹിതം കൂടുകയാണിതിൽ നേരത്തെ വന്നത്. അപ്പം കേരള സർക്കാർ മാത്രമാണ് എതിർക്കുക എന്ന് പറയാൻ ആയിട്ടുണ്ടോ എന്ന് പറയില്ല. അപ്പോൾ കേരള സർക്കാർ കേരളത്തിലെ LDF സർക്കാർ ആയതുകൊണ്ടും കേരളത്തിലെ സർക്കാരിന് ആദ്യം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സാമ്പത്തിക മേഖലയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലവിലുള്ളത് കൊണ്ടും കേരള സർക്കാരിൻ്റെ പ്രതികരണം ആദ്യം പുറത്തു വന്നേ കരുതുന്നുള്ളൂ. കേരള സർക്കാർ മാത്രമായിരിക്കും എതിർക്കുക എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയധികം നേരത്തെ സംസ്ഥാനം 10% അടച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ സംസ്ഥാനം 18% ബാധ്യത സംസ്ഥാനമായിരിക്കും കിടക്കണം. അപ്പം ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ ബാധ്യത വർദ്ധിക്കുകയും ഈ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിലേക്ക് സംസ്ഥാനങ്ങളുടെ ബാധ്യത വർദ്ധിക്കുകയും എന്നാൽ ജീവനക്കാർക്ക് ഇതിനുള്ള ബെനിഫിറ്റ് കുറയുകയും അതേസമയം കോർപ്പറേറ്റുകൾക്ക് ലാഭം കൂടുകയും ചെയ്യുക എന്നുള്ളത്. ഈ പണം മുഴുവൻ സർക്കാർ ഈ പങ്കാളിത്ത പെൻഷൻ്റെ ഈ സർക്കാരിൻ്റെയും ജീവനക്കാരുടെയും വിഹിതമായിട്ട് അടക്കുന്ന തുക മുഴുവൻ ഇതൊരു ഫണ്ടായിട്ട് സ്വീകരിക്കുകയല്ല, ഫണ്ടായിട്ട് ശേഖരിച്ച് വെക്കുകയല്ല, അതൊരു കരുതൽ ഫണ്ടായിട്ട് വെക്കുകയൊന്നുമല്ല. അത് ഓഹരി വിപണിയിലേക്ക് ഇറക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഓഹരി വിപണിയിലേക്ക് വരുമ്പം അത് കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു ലാഭവിഹിതം കൂടുകയും അതേ സമയത്ത് സംസ്ഥാന സർക്കാരുകളുടെയും ഈ തൊഴിലെടുക്കുന്ന ജീവനക്കാരുടെയും ഈ ബെനിഫിറ്റ് കുറയുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം ആ തരത്തിലുള്ളൊരു പദ്ധതി എന്തിനു വേണ്ടി ആലോചിക്കുന്നു എന്ന് വരുമ്പോഴാണ് ഇത് BJP ഗവൺമെൻറ് ഏക്കാലത്തും കൊണ്ട് നടക്കുന്ന തരത്തിൽ ഒരു കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക വ്യവസ്ഥ കൂടി പുതിയ ഒരു സ്ഥിതി കൂടി ഉണ്ടാക്കുക എന്നാണ് ഇതുവരെയുള്ള സംഗതികളിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ജീവനക്കാർക്ക് ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, കേരളം മാത്രമല്ല പല സംസ്ഥാന സർക്കാരുകളും എതിർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിൽ. അജിംസ്, മഹാരാഷ്ട്ര ഇതിന് ആദ്യം തന്നെ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ 18% സംസ്ഥാനം വിഹിതം കൊടുക്കുകയാണെങ്കിൽ
വലിയ ബാധ്യത സംസ്ഥാനത്തിന് വരികയും ചെയ്യും. പക്ഷേ എന്താണ് ഏകീകൃത പെൻഷന് പകരമായി വെക്കാൻ നമുക്കൊരു പദ്ധതി വേണ്ടേ? അല്ല, ഇതിൽ നമുക്ക് 3 ടൈപ്പ് പെൻഷൻ സ്കീമുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്, സംസ്ഥാന സർക്കാരുകളുടെ അല്ല. ഒന്ന് ഓൾഡ് പെൻഷൻ സ്കീം ഉണ്ടായിരുന്നു. ഓൾഡ് പെൻഷൻ സ്കീമാണ് 2004 വരെ ഉണ്ടായിരുന്നത്. അതിൽ 10% ഓൾഡ് പെൻഷൻ സ്കീമിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിഹിതം പിടിക്കുന്നുണ്ടായില്ല. അതിന് പകരം സർക്കാരാണ് അതിന് പണം അതിൻ്റെ വിഹിതം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഓൾഡ് പെൻഷൻ സ്കീം പൊളിച്ചിട്ടാണ് വാജ്പേയി സർക്കാർ 2004 പുതിയ നാഷണൽ പെൻഷൻ സ്കീം NPS എന്ന് പറഞ്ഞിട്ട് പുതിയ സ്കീം കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ പങ്കാളിത്ത പെൻഷൻ തുടങ്ങുന്നതും അതുപോലെ പെൻഷന് വേണ്ടി ശേഖരിക്കുന്ന തുക ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനും തുടങ്ങിയത്. അപ്പോൾ അതുവരെ എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, അതുവരെ ഓൾഡ് പെൻഷൻ സ്കീമിൽ നമ്മൾ അവസാനം റിസീവ് ചെയ്യുന്ന ശമ്പളത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുക, അവസാനം നമ്മൾ ലഭിച്ച ശമ്പളത്തിൽ. പിന്നീട് അതിൻ്റെ 12 മാസം ലഭിച്ചു. നാഷണൽ പെൻഷൻ സ്കീമിലാകുമ്പോൾ അവസാനത്തെ 12 മാസത്തെ ശമ്പളത്തിൻ്റെ ശരാശരി എടുത്തിട്ട് അതിൻ്റെ ശതമാനമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം, NPS വലിയ തോതിൽ ഈ 2004 മുതൽ 2024 വരെ തുടരുമ്പോൾ ഈ കേന്ദ്ര ജീവനക്കാരുടെ നിന്ന് വലിയ തോതിൽ എതിർപ്പ് നേരിട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പെൻഷൻ ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷന് വിധേയമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതായത് മൂല്യമുണ്ടല്ലോ, അതിൽ നിക്ഷേപിക്കപ്പെടുന്ന തുകയുടെ മൂല്യം മാർക്കറ്റിൽ, കാരണം ഇത് ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചേക്കാണ്. അപ്പോൾ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമുക്ക് ഒരു നിർണിതമായ പെൻഷൻ നമുക്ക് കിട്ടും എന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇത് UPS എന്ന് പറയുന്നത് ആ വാജ്പേയി സർക്കാരിൻ്റെ തെറ്റ് തിരുത്തുകയാണ് മോദി സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതായത് ഓൾഡ് പെൻഷൻ സ്കീമിൻ്റെയും നാഷണൽ പെൻഷൻ സ്കീമിൻ്റെയും ഗുണങ്ങൾ ഒരുമിപ്പിച്ചൊരു പുതിയ സ്കീം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, 10,000 രൂപ മിനിമം പെൻഷൻ കിട്ടും എന്ന് UPSൽ ഇപ്പോഴത്തെ സ്കീമിൽ ഉറപ്പിക്കുന്നുണ്ട്. മുമ്പ് അതുണ്ടായിരുന്നില്ല. ഇത് 10,000 രൂപ ഉറപ്പിക്കും. അതുപോലെ 10 വർഷം എങ്കിലും സർവീസ് ഉള്ളവർക്കാണ് ഈ പെൻഷൻ കിട്ടുക എന്ന് പറയും. മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഏറ്റവും അവസാനം റിസീവ് ചെയ്ത സാലറിയാണ് പെൻഷനായിട്ട് വരിക. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിലും ഈ പുതുതായിട്ട് വരുന്ന എന്താണ് UPSലും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അതിലും ഫണ്ട് എവിടെ കൊണ്ടിടും? ഓഹരി വിപണി കൊണ്ടിടും. പക്ഷേ ആ ഓഹരി വിപണിയിൽ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു ഫിക്സഡ് പെൻഷൻ സ്കീം വയ്ക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ NPSൻ്റെ പ്രശ്നങ്ങൾ മൊത്തം പരിഹരിച്ചു എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് നിലനിന്ന NPSൻ്റെ കുറേ അധികം പ്രശ്നങ്ങളെ ഇത് പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കീം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് മഹാരാഷ്ട്ര അഡോപ്റ്റ് ചെയ്തത്. കേരളം അത് അഡോപ്റ്റ് ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിന് ഈ പെൻഷൻ ആൻഡ് സാലറി വലിയൊരു ബർഡനാണ്. ആ ബർഡനായ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു പെൻഷൻ സിസ്റ്റം ഉണ്ട്. ആ പെൻഷൻ സിസ്റ്റം സംസ്ഥാന സർക്കാരിന് ബാധ്യതയാണ്. എന്നിരിക്കെ കേരള ഇത് അഡോപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ കേരളം ഇത് അഡോപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഒരു ആലോചന അതല്ല. അത് ഇന്ത്യയിൽ വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ്, 1 നാഷൻ 1 പെൻഷൻ എന്നൊരു ആശയം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പോൾ സർക്കാർ ജീവനക്കാർ അവരുടെ ലൈഫ് മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അവർക്ക് അവരുടെ സേവനത്തിന് അർഹതപ്പെട്ട ഒന്ന് തന്നെയാണ് പെൻഷൻ. ഈ പെൻഷൻ ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കണ്ടേ? അവരും രാഷ്ട്രത്തിന് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. ഇവിടുത്തെ ഈ കരകൗശല ജീവനക്കാർക്ക് ലഭിക്കണ്ടേ? ഇവിടുത്തെ കൂലിപ്പണിക്കാർക്ക്, നിർമ്മാണ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, ഇവരെല്ലാം രാജ്യത്തിന് വേണ്ടിയല്ലേ പണിയെടുക്കുന്നത്. ഇപ്പോൾ സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പറയുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അവർക്കും പെൻഷൻ ഉണ്ട്. അവർക്ക് വേറെ പെൻഷൻ സ്കീമാണ് സൈന്യത്തിന്. അപ്പോൾ ഈ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികനും പാടത്ത് പണിയെടുക്കുന്ന കർഷകനും നമ്മൾ ഈ പണി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ഇതെല്ലാം രാജ്യത്തിന് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടിയല്ല പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ ഈ പല രീതിയിലുള്ള പെൻഷൻ എന്തിനാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ മനുഷ്യരെല്ലാം എല്ലാ ജോലി എടുക്കുന്ന തെങ്ങേറ്റക്കാരനും സീവേജ് പൈപ്പ് നന്നാക്കുന്നവനും കൊല്ലനും വെൽഡിംഗ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാണെങ്കിൽ അവർ പണിയെടുക്കാൻ പറ്റാതാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല രാഷ്ട്രത്തിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ 1 നേഷൻ 1 പെൻഷൻ എല്ലാ മനുഷ്യർക്കും പണിയെടുക്കാതാകുമ്പോൾ അവരുടെ മരണം വരെ അവർക്ക് ജീവിക്കാനുള്ള തുക സർക്കാർ തന്നെ കൊടുക്കണം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറാതെ അങ്ങനെ മാറുക എന്നുള്ളതാണ് ഒരു പുരോഗമന സമൂഹത്തിന് ചെയ്യേണ്ട കാര്യം. ഒരു ജനാധിപത്യ രാജ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സൈന്യത്തിന് വേറെ പെൻഷൻ, IASകാർക്ക് വേറെ ഉയർന്ന ശമ്പളം, സർക്കാർ ജീവനക്കാർക്ക് വേറെ പെൻഷൻ, പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് അവരുടെ ഈ പറയുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചുള്ള പെൻഷൻ. അങ്ങനെ എന്തൊക്കെയോ നടക്കുകയാണ്, പല രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരുടെ തൊഴിലിനാണ് മൂല്യം കൂടുതൽ? അത് IASകാരൻ്റെ തൊഴിലിനാണോ മൂല്യം കൂടുതൽ? അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈന്യത്തിൻ്റെ തൊഴിലിനാണോ മൂല്യം കൂടുതൽ? പറമ്പിൽ പണിയെടുക്കുന്ന മനുഷ്യൻ്റെയാണോ മൂല്യം കൂടുതൽ? കർഷകൻ്റെയാണോ മൂല്യം കൂടുതൽ? എങ്ങനെയാണ് ആ മൂല്യം തിരിച്ചറിയുക?
ഒരാളുടെ കായികാധ്വാനത്തിനാണ് മൂല്യം കൂടുതൽ, അതല്ല അയാളുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള പണിക്കാണ് മൂല്യം കൂടുതൽ. ഇവിടെ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഇതാണ്, 1 നേഷൻ 1 പെൻഷൻ എന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ പെൻഷൻ നമ്മൾ പിന്നെ പരിഗണിക്കുന്നേയില്ല. MLA പെൻഷൻ, MP പെൻഷൻ യെസ്, അത് വേറെ അവർ തീരുമാനിക്കുന്നു, അവർ കൂട്ടുന്നു. അവർ ഓണർ ചെയ്യുന്നതിന് കുറവാണല്ലോ.